നയപരമായ കാര്യങ്ങളിൽ ചർച്ചയില്ല. കെപിസിസി യോഗം വിളിക്കണമെന്ന കെ.സി. വിഭാഗം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നയപരമായ തീരുമാനങ്ങളിൽ അടിയന്തരമായി കൂടിയാലോചനകൾ വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകി കെ.സി. വേണുഗോപാൽ വിഭാഗം. വേണുഗോപാലിന്റെ വിശ്വസ്തൻ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി എം.ആർ. അഭിലാഷാണ് സംസ്ഥാന അധ്യക്ഷന് ഇത് സംബന്ധിച്ച കത്ത് നൽകിയത്. വിഴിഞ്ഞം കരാർ, വീര്യം കുറഞ്ഞ മദ്യം, കരിമണൽ ഖനനം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടിയിൽ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുത്തുവെന്ന പരാതി നേരത്തെ തന്നെ വേണുഗോപാൽ ഉന്നയിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ ആഗോള കപ്പൽ ചാലകരായ MSC ഗ്രൂപ്പിന് കൈമാറുന്നത് സംബന്ധിച്ച് അഡാരി ഗ്രൂപ്പ് വിപണി നിയന്ത്രണ ഏജൻസിയായ സെബിക്ക് നൽകിയ കത്ത് പകർപ്പ് പുറത്തുവന്നു. സെബിയെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടായിരുന്നു ഓഹരി നീക്കമെന്ന വിവരമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരുമായുള്ള കൺസെഷൻ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായതോടെ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ നിയമ വിവാദങ്ങൾക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. അതിഥി തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സാഹിത്യകാരൻ കെ. സച്ചിദാനന്ദൻ. സതീശന്റെ പ്രസ്താവന തികച്ചും ലജ്ജാകരവും അപമാനകരവുമാണെന്നും അത് ഉടൻ പിൻവലിക്കണമെന്നും സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ നിർമ്മാണ മേഖലയിലാകെ ജോലിയെടുക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നും ഇവിടെ വിനിമയം ചെയ്യപ്പെടേണ്ട വലിയൊരു തുക ഇവരിലൂടെ റിവേഴ്സ് റെമിറ്റൻസായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോകുകയാണെന്നുമാണ് സതീശൻ പറഞ്ഞത്. മാസങ്ങൾക്കു ശേഷം പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇറാനിലെ IRGCയുടെ മുതിർന്ന കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദി. ടെഹ്റാനിൽ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളുടെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ജനറൽ അഹമ്മദ് വാഹിദിയും പങ്കെടുത്തത്. ഇറാനു നേരെ അമേരിക്കയും ഇസ്രയേലും യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് IRGCയുടെ മുതിർന്ന കമാൻഡറായ അഹമ്മദ് വാഹിദി പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷമായത്. ആലപ്പുഴയിലെ സ്കൂൾ കുട്ടികൾക്കിടയിൽ മുണ്ടുനീര് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുമായി ജില്ലാ ഭരണകൂടം. ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിന് ജൂലൈ 1 മുതൽ 21 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നാണ് വിവരം. താരസംഘടനയായ അമ്മയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പിന്നാലെ രാജി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ശ്വേതാ മേനോൻ സ്ഥാനത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ വിവാദങ്ങൾക്ക് പിന്നെയും ചൂടുപിടിക്കുകയാണ്. ഇപ്പോഴിതാ ശ്വേതാ മേനോൻ രമേശ് പിഷാരടിയുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ചർച്ചയാകുന്നത്. സംഘടനയ്ക്കുള്ളിലെ അധികാര തർക്കങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ ശ്വേതയും രമേശ് പിഷാരടിയും ദീർഘമായ ഫോൺ കോളിൽ സംസാരിച്ചിരുന്നു. തമിഴ്നാട്ടിലെ കരൂരിൽ കഴിഞ്ഞ വർഷമുണ്ടായ ദാരുണമായ തിക്കിലും തിരക്കിലും പെട്ട ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് താങ്ങായി വിജയ് സർക്കാർ. ദുരന്തത്തിൽ മരണപ്പെട്ട 41 പേരുടെ കുടുംബങ്ങളിലെ ഓരോ വ്യക്തിക്ക് വീതം സർക്കാർ ജോലി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജോലി ലഭിക്കുന്നവർക്കുള്ള ഔദ്യോഗിക നിയമന ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നേരിട്ട് കൈമാറും. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും നിർണായക നീക്കങ്ങൾക്ക് വഴി തുറന്ന ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസുമായി ലയിക്കുക അല്ലെങ്കിൽ BJP നയിക്കുന്ന NDA സഖ്യത്തിന്റെ ഭാഗമാകുക എന്നീ രണ്ട് സാധ്യതകളിന്മേലാണ് ഇപ്പോൾ പാർട്ടിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. NCP കോൺഗ്രസിൽ ലയിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾക്കു പിന്നാലെ BJP നേതൃത്വവും ശരത് പവാറുമായി ബന്ധപ്പെട്ടതായാണ് വിവരം. പാർട്ടിയിലെ ഭൂരിഭാഗം ജനപ്രതിനിധികളും NDAയ്ക്കൊപ്പം നിൽക്കാനാണ് താൽപര്യപ്പെടുന്നതെന്നാണ് സൂചന. സംസ്ഥാനത്തടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്നും നാളെയും സംസ്ഥാനത്ത് മഴ തുടരും. 2026 ലോകകപ്പിന് ശേഷം രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന സഹോദരി കാത്യ അബിയോറയുടെ പ്രസ്താവന തള്ളി ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിന്റെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നതുവരെ അത്തരത്തിലൊരു തീരുമാനമെടുക്കില്ലെന്ന് റൊണാൾഡോ വ്യക്തമാക്കി. വിരമിക്കൽ ഇപ്പോൾ പ്രധാനമല്ല. ടൂർണമെന്റ് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്ത ശേഷവും അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സമയമുണ്ടാകും. എന്റെ കുടുംബവുമായി സംസാരിച്ച ശേഷം ഉചിതമായ തീരുമാനം ഞാൻ എടുക്കുമെന്നും റൊണാൾഡോ പറഞ്ഞു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.